G7 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന നിർണായക കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസകളാൽ മൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിന് തന്റെ ഭരണകൂടം വലിയ പ്രാധാന്യം നൽകുന്നുവെന്നും മോദി നേതൃത്വം നൽകുന്നിടത്തോളം കാലം ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന ഘട്ടത്തിൽ ട്രംപിന്റെ ഈ പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുകയാണ്. കൂടിക്കാഴ്ചയ്ക്കിടെ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയായാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യക്ക് ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ആക്രമണമോ സുരക്ഷാ വെല്ലുവിളിയോ നേരിടേണ്ടി വന്നാൽ അമേരിക്ക സഹായത്തിനായി മുന്നിലുണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി മോദി ഇന്ത്യയുടെ നേതാവായിരിക്കുന്നിടത്തോളം ഞാൻ ഇന്ത്യക്കായി ഉണ്ടാകും, മറ്റാരെങ്കിലും നേതാവാണെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ല എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. വ്യക്തിപരമായ വിശ്വാസവും പരസ്പര ബഹുമാനവും അടിസ്ഥാനമാക്കിയുള്ള ബന്ധമാണ് താനും മോദിയും തമ്മിലുള്ളതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ത്യയോടുള്ള തന്റെ സൗഹൃദം ആവർത്തിച്ചു വ്യക്തമാക്കിയ ട്രംപ് അമേരിക്കയിൽ ഇന്ത്യക്ക് വലിയ പ്രാധാന്യമാണുള്ളതെന്നും വാഷിംഗ്ടൺ ഭരണകേന്ദ്രങ്ങളിൽ മോദിക്ക് പ്രത്യേക ബഹുമാനമുണ്ടെന്നും പറഞ്ഞു. ഇന്ത്യയെ ലോകത്തിലെ അതിവേഗം വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തികളിലൊന്നായി വിശേഷിപ്പിച്ച ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ഭാവിയിലും കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, വ്യാപാരം, നാവിക സുരക്ഷ, പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം, ഊർജ്ജ സുരക്ഷ, ആഗോള വിതരണ ശൃംഖലകളുടെ സ്ഥിരത തുടങ്ങിയ വിഷയങ്ങൾ വിശദമായി ചർച്ചയായി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള സാധ്യതകൾ നേതാക്കൾ വിലയിരുത്തി. ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ഇരു രാജ്യങ്ങളുടെയും പങ്ക് നിർണായകമാണെന്ന കാര്യത്തിലും ഏകാഭിപ്രായം രൂപപ്പെട്ടു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയും അമേരിക്ക ഇറാൻ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ സംഭവവികാസങ്ങളും കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്നായിരുന്നു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മാർഗങ്ങളുടെ സുരക്ഷയും അറബിക്കടൽ, ചെങ്കടൽ മേഖലകളിലെ നാവിക ഗതാഗതവും സംബന്ധിച്ച ആശങ്കകൾ പ്രധാനമന്ത്രി മോദി ട്രംപിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇറാനുമായി ഭാവിയിൽ എന്തെങ്കിലും ധാരണയിലോ കരാറിലോ എത്തുകയാണെങ്കിൽ അതിൽ ഇന്ത്യൻ നാവികരുടെയും വ്യാപാര കപ്പലുകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് സുപ്രധാന ഘടകമായിരിക്കുമെന്ന് മോദി ചൂണ്ടിക്കാട്ടി. സമീപ മാസങ്ങളിലുണ്ടായ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ജീവൻ നഷ്ടമായ ഇന്ത്യൻ നാവികരുടെ വിഷയവും മോദി പ്രത്യേകം ഉന്നയിച്ചു. സംഭവത്തിൽ ഇന്ത്യയുടെ ആശങ്ക ട്രംപിനെ അറിയിച്ച അദ്ദേഹം മേഖലയിലെ ഇന്ത്യൻ പൗരന്മാരുടെയും നാവികരുടെയും സുരക്ഷയ്ക്ക് കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വിഷയം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട ഏജൻസികൾ അതിന്മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് മറുപടി നൽകി. സുരക്ഷാ വിഷയങ്ങളിൽ ഇന്ത്യയുമായി അടുത്ത സഹകരണം തുടരുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വ ശേഷിയെക്കുറിച്ചും ട്രംപ് മികച്ച അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. ലോക രാഷ്ട്രീയ വേദിയിലെ ഏറ്റവും പ്രഗത്ഭരും കടുപ്പമേറിയ ചർച്ചക്കാരിൽ ഒരാളുമാണ് മോദിയെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. മോദി വളരെ ശാന്തനും സൗമ്യനുമായി തോന്നും, എന്നാൽ രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അതീവ ശക്തനായ നേതാവാണ്. ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള കഴിവ് അസാധാരണമാണ്. ഈ പരാമർശങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വ്യാപാര സഹകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും കൂടിക്കാഴ്ചയിൽ നിർണായക സ്ഥാനം നേടി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രവും ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നുമായ അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇരു നേതാക്കളും പരിശോധിച്ചു. നിക്ഷേപം, സാങ്കേതിക വിദ്യ, നിർമ്മാണ മേഖല, ഊർജ്ജ സഹകരണം, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര വിനിമയം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ നേതാക്കൾ വിലയിരുത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ആഗോള സാമ്പത്തിക മേഖലയിലും ഊർജ്ജ വിപണിയിലും സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നേതാക്കൾ ആശയവിനിമയം നടത്തി. അന്താരാഷ്ട്ര എണ്ണവിലയിലെ ചാഞ്ചാട്ടം, വിതരണ ശൃംഖലകളിലെ തടസ്സങ്ങൾ, കടൽമാർഗ വ്യാപാരത്തിന്റെ സുരക്ഷ എന്നിവ സംബന്ധിച്ച ആശങ്കകൾ പങ്കുവച്ചു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത ഇരുവരും ഊന്നി പറഞ്ഞു. G7 ഉച്ചകോടിക്കിടെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും പ്രധാനമന്ത്രി മോദി നിർണായക ചർച്ചകൾ നടത്തിയിരുന്നു. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയുമായും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനുമായും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തി. സ്വതന്ത്ര വ്യാപാര കരാർ, ഹരിത ഊർജ്ജം, സാങ്കേതിക സഹകരണം, നിക്ഷേപം, ആഗോള സുരക്ഷാ വിഷയങ്ങൾ എന്നിവയാണ് പ്രധാനമായും ചർച്ചയായത്. G7 ഉച്ചകോടിക്കിടെ നടന്ന മോദി ട്രംപ് കൂടിക്കാഴ്ച ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ ശക്തിയും തന്ത്രപ്രധാന പ്രാധാന്യവും വീണ്ടും അടിവരയിടുന്നതായി മാറി. പ്രതിരോധം മുതൽ വ്യാപാരം വരെ, നാവിക സുരക്ഷ മുതൽ ആഗോള രാഷ്ട്രീയ വെല്ലുവിളികൾ വരെ നിരവധി വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്താൻ തയ്യാറാണെന്ന സന്ദേശമാണ് ഈ കൂടിക്കാഴ്ച ലോകത്തിന് നൽകിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.